ഇനിയിപ്പോ അതൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. Yes. इतना बड़ा ऑफिस है उसका. बैठने के लिए कुर्सी निकाला था. Figures on the left page. There are 4 columns. Column number 1. Audited figures for the latest financial year as on 31 1985. പുരുഷന്മാരെ ബഹുമാനിക്കാൻ അറിയാത്ത ഇവളെയൊക്കെ ഒന്നിരുത്താനുള്ള മര്യാദ പോലുമില്ല. കണ്ടിന്യൂ. ഐ ലിസൺ. You arrive at these figures from our profit and loss ledgers. कुर्सी में लगी है. I'll ask the peon to take you to the storeroom. Okay. ये स्टोर रूम में काम कर रहा. മൂട്ടേ ആമാ മൂട്ട ഇതെന്തോന്ന് മൂട്ട ഫാക്ടറി. അത് ശരി. അപ്പൊ ചുമടെടുക്കൽ अच्छा ये उठाना पड़ेगा इसे. मजदूर वाला काम करना पड़ेगा. ये इसे देख लिया. ये बता देगा बॉस को. इसे भी देख लिया. एक ऑफिस में गोदाम में. अब बताया कैसे വെച്ച അറബികളായും പിന്നെ പോലീസുകാരുടെ സിവിൽ വേഷത്തിലും വന്ന് അതേ ചെയ്യുക. എവിടെ समझ गए. ചെയ്തവര് ഓഫീസിൽ കയറിപ്പറ്റി വിവരങ്ങൾ ശേഖരിച്ച് कुछ और समझ रहे हैं. നേരം വിളിക്കുന്നതിന് മുമ്പ് അവർ ഡെഡ് ബോഡി റോഡിൽ കിടക്കണം. ശരി സർ. എനിക്കെതിരെ നീങ്ങുന്നവർക്ക് അതായിരിക്കും അനുഭവം എന്ന്. ഇപ്പോ ബ്രേക്ക്ഫാസ്റ്റിന് सब कुछ ठीक चलने लग गया था. ചൊവ്വാഴ്ച പുട്ട്. पर अब फिर से ചുമട്ടുകാരൻ പുട്ടും കൊട്ടും ഒക്കെ തന്നെത്താൻ ഉണ്ടാക്കി കഴിച്ചോളണം. നിന്റെ സ്വഭാവം വഷളായി വരും. എനിക്ക് നിന്റെ സ്വഭാവ ഇഡ്ഡലി. നീ ശരിയാവൂല. നീ ശരിയായല്ലോ, അത് മതി. ഞങ്ങളും भाई ये भी रेंट पे रहते हैं शायद. अच्छा वही लड़की है. പെൺകുട്ടികളെ കാണുമ്പോൾ നിന്റെ ചാട്ടം വേണ്ട ദാസ. അവിടെ എന്തോ വഴക്ക് നടക്കാണ്. ഇനിമേ அதை பத்தி பேசி कुछ देख लिया. എന്താ പ്രശ്നം? ഞാൻ ഇടപെട്ട് ശരിയാക്കണോ? അമ്മ വരുന്നേ. கடைசி தடவை சொல்றேன், இன்னும் 1 மாசம் டைம் தரோம். அதுக்குள்ள வீட்டை காலி பண்ணி ஆகும். अच्छा ഞങ്ങള് हॉस्पिटल വാടക में കൊടുക്കുന്ന വീട് കാലിയാണോ? അതൊന്നും പറ്റില്ല. ஏய் என்னடா சொன்ன? അല്ല, சொன்ன? എന്നാ ശൊന്നിയാലും വീട് കാലിയാ. ആരായാലും അവന്റെ കോപം ഇവിടെ ചെലവാവില്ലെന്ന് പറഞ്ഞേരെ. அவனா? டேய் தலைவரை பத்தி தவறா சொன்ன பல்ல உடைச்சு वो बैर लड़ाई करने लगा. वो बैर भगा दिया मैंने. ये बैंक हर जगह लड़ाई करते रहते हैं. ഞാനും ഒട്ടും മോശമല്ല. അമ്മ ധൈര്യമായിട്ടിരിക്കണം. സത്യത്തിൽ എന്താ ഉണ്ടായത്? ഈ വീടുകളും ചേരികളും എല്ലാം പൊളിച്ചു മാറ്റി ഒരു ആശുപത്രി ഉണ്ടാക്കാൻ സർക്കാർ അയാൾക്ക് അനുവാദം കൊടുത്തിരിക്കുകയാണെന്നാ പറയുന്നത്. ഒരു മനസ്സമാ നിനക്ക് നേരത്തെ പരിചയമുണ്ടോ? ഞങ്ങൾ ഒരേ കമ്പനിയിലെ സ്റ്റാഫാ. നീ അരി കഴുകി അടുപ്പത്തിട്ടാ. 200 രൂപ. ഞങ്ങളുടെ വീടിന് 250. 180 അല്ലേ? फालतू कहते 250 जो कि नहीं पता है 150. ബികോമിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഏതുവരെ പഠിച്ചു? അവൾ ഒരുപാട് പഠിച്ചതാ, ഇപ്പോഴും പഠിച്ചു. പണിയുണ്ട്. എനിക്കോ? അല്ല ഞങ്ങൾക്ക്. വരട്ടെ. ഓ നിന്റെ
കഴുകടാ അരി. നമ്മുടെ കഷ്ടകാലം മദിരാശി വലിയ പട്ടണമാണെങ്കിലും പാവങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു മലയാളി കുടുംബമുണ്ട്. അവിടെ कौन आ गया इतने रात को? गुंडे भेज दे शायद है। ഞാൻ AN ട്രേഡേഴ്സിൽ നിന്ന് വരിക. AN ട്രേഡേഴ്സ്. ओ रात को बुला रहा हूँ। എല്ലാ സ്റ്റാഫിനെയും കണ്ട് ഒരു ജോലി ഏൽപ്പിച്ചിട്ട് പോകാനാ. ഓ അത് ശരി. കാർ കൊണ്ടുവന്നിട്ടുണ്ട്. തന്നെ इन्हें मारने के लिए भेजे हैं शायद उसमें गुंडे। ചേട്ടേ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. വാ വാ. MD എവിടെ? ओ बैंग गुंडे इनकी धुनाई करेंगे वो। बैंग ओ बैंग ये भी लड़ रहा है इसमें तो। उन्हीं गुंडों की लाइक दी इन्होंने। इन्हें मारना चाहते थे और खुद ही बिटी चले गए। എന്തിനാ നമ്മളെ चोट लग गई। अब वो घर जाएंगे वो लड़की सोचेगी इनकी धुनाई की गई। தம்பி दो उन्हीं लोगों அந்த द्वारा। கம்பெனி முன்னாடி ऑफिस जा रहे हैं ये? ऑफिस जा रहे हैं। वो तो ऑफिस में घुसने नहीं देखा उन्हें। എന്താപ്പാ बॉस बाहर चले गए। वो डर गया। എന്താണ് സാർ ഞങ്ങളെ കാണും? खुद ही बता रहा है। ഞാൻ പറഞ്ഞു വന്നത് സാർ ഇന്നലെ രാത്രി ഒരു വലിയ സംഭവം ഉണ്ടായി. സാറ് വിളിക്ക इसे लग रहा था मुझे अरेस्ट करने आ रखे हैं। खुद ही कहने लगे कि എന്നിട്ട് मुझे लीगल രക്ഷപ്പെട്ടു. നിങ്ങളെ അത്ര പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നവർ മനസ്സിലാക്കിയിരിക്കില്ല. ആടി ट्रेनिंग करेंगे। ആരെ? ഞാനൊരു പാവാ. എന്നെ അനാവശ്യമായിട്ട് തെറ്റിദ്ധരിക്കരുത്. സാർ എന്തേ പറയുന്നത്? അതല്ലേ ശരി. ഭാവത്തിലും അങ്ങനെ തന്നെയാണ് സാർ. ആ യൂണിയൻ നേതാക്കൾ വന്നിരുന്നു. അവരോട് അന്വേഷിക്കാതെ നിങ്ങൾക്ക് എന്നേക്കുമായി ശരിപ്പെടുത്തി തരാം. അപ്പൊ 2 മാസം കഴിഞ്ഞാൽ ഞങ്ങൾ പെർമനന്റ് ആക്കുമല്ലേ? അതെ, പെർമനന്റ്. അപ്പൊ കണക്കിന് ഞാൻ നിങ്ങൾക്ക് ജോലി തരേണ്ട കാര്യമില്ലല്ലോ. സാർ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? സാർ ഇത് പിന്നീടുള്ള കുത്തായിപ്പോയി സാർ. തിന്നരുതെന്ന് മറ്റൊരു ചൊല്ലുമുണ്ട്. എന്റെ ചെവിതിനെ ഞാൻ ആരെയും സമ്മതിക്കില്ല. അയ്യോ സാർ ഞങ്ങള് ചെവി തീറ്റക്കാരല്ല. പോകാനാ പറഞ്ഞേ. फिर आ गया वापस। ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റുവെന്ന് വിചാരിക്കണ്ട. നടം പാതാളം അത്ര തന്നെ. वही सोचा എല്ലാ സ്ഥലവും എനിക്ക് പാവമായിരുന്നു. जॉब करना चाह रहे हैं ताकि मेरे खिलाफ सबूत जुटा सके, मुझे अरेस्ट कर सके। अबे पुलिस वाला आ रखा हूँ। സർ ഗുഡ് മോർണിംഗ്. अब उसे यकीन हो जाएगा ये CID वाले होंगे।
പോലീസ് പ്രൊട്ടക്ഷൻ വേണം സർ. ചിലപ്പോ അന്നത്തെ മയക്കുമരുന്ന് പിടുത്തത്തിന്റെ പ്രത്യാഘാതമല്ലേ ഇത് എന്നെനിക്ക് സംശയമുണ്ട്. അന്ന് നിങ്ങളുടെ കയ്യിൽ പെട്ടു. നിങ്ങൾക്ക് വേണ്ടി MD യോടൊന്ന് സംസാരിക്കാം. എവിടെയാ ജോലി ചെയ്തിരുന്നേ? ദാ അവിടെ. ओ बैंग करके उसको इसे पकड़ दिया उन्होंने. എന്റെ അമ്മേ, ഞാൻ പറയുന്നു കേക്ക്. ട്രേഡേഴ്സിൽ താൻ ജോലി വാങ്ങി കൊടുത്തില്ലേ? അവരാരാണോ ചോദിച്ചത്? ഒരാളെ എന്റെ നാട്ടുകാരനാ. മറ്റേ ആ തെണ്ടിനെ എനിക്കറിയില്ല. ये घर आ गया आपने? अच्छा उसके घर केरोसिन लेने आ रहा. കടകളൊന്നും അടയ്ക്കാറായില്ലല്ലോ. അയ്യോ അടച്ചമ്മേ, ആദ്യം എനിക്കും സംശയം ഉണ്ടായിരുന്നു. ഞാൻ പോയി നോക്കി. ഇന്നെന്താന്നറിയില്ല, നേരത്തെ എല്ലാ കട പ്രൊമോഷനോടെ പെർമനന്റ് ആയിട്ട് കിട്ടും. അങ്ങനെയല്ലല്ലോ കേട്ടത്. അതെ, കേട്ടത് വേറെ തരത്തിലായിരിക്കും. പക്ഷെ ഞാൻ കായ്കറികളൊക്കെ അരിഞ്ഞു വെച്ചപ്പോഴാ ഈ മണ്ണെണ്ണ സംഭവം ഉണ്ടായത്. ഇത്രയും വളച്ചേട്ടുന്ന എന്തിനാ? മണ്ണെണ്ണ വേണം, അത്രയല്ലേ ഉള്ളൂ. നിനക്ക് മനസ്സിലായി दुकानें बंद हो रही है. നോക്കുന്നുണ്ടോ? എവിടെ നോക്കാൻ? അയ്യോ നോക്കുന്നുണ്ട്. ഞാൻ ഈ ബികോം ये चीज बोलते रहता है. തന്നെയാണല്ലോ. അതെ, അത് നിനക്കെങ്ങനെ അറിയാം? ആ कौन आ गया? फिर आ गया. अब फिर कुछ मांगना है उसके साथ. അവേ ഞാനെന്തൊരു വിഡ്ഢിയാന്ന് ആലോചിക്കുക. സത്യത്തിൽ മണ്ണെണ്ണ വാങ്ങിക്കാനല്ല ഞാൻ വന്നത്. അടച്ചു പോയെന്ന് പറഞ്ഞു. രാവിലെ കട തുറന്ന ഉടനെ തിരിച്ചു തരാം. എടുത്തു കൊടുക്കും മോളെ. हे भगवान कैसे दिन आ गए उनके. ആലോചിക്ക്. മറ്റൊന്ന് ട്രൈ ചെയ്താലോ? सब जगह चले गए वो. ഞാൻ ഇത്തിരി സുന്ദരനായതുകൊണ്ട് എനിക്ക് ചിലപ്പോ ചാൻസ് കിട്ടും. പക്ഷെ നിന്റെ കാര്യം വളരെ ബുദ്ധി. आराम से मजे में रहता है ये. सारे काम यही करता है എന്നെ वो. വാശി പിടിപ്പിച്ചാലുണ്ടല്ലോ ഞാനൊരു തെണ്ടലങ്ങ് തുടങ്ങും. ഏതെങ്കിലും വിവരം കേട്ടവനൊരു ചേർന്ന് വന്നാലേ പിന്നെ നിനക്ക് എന്നെ കാണണമെങ്കിൽ എന്റെ സെക്രട്ടറിയുടെ എന്നാ പിന്നെ നീ നടന്നോ. എന്ത് ശേഷം ഭാഗം സ്ക്രീനിൽ. പോടാ. अकेले भेज दो उसे. കൂട്ടുകാരൻ എങ്ങോട്ടാ? കടയടയ്ക്കുന്നതിന് മുൻപ് മണ്ണെണ്ണ അരിയൊക്കെ വാങ്ങി. ഇല്ല, പിന്നെ ഇവിടെ ഒരു ജോലി കിട്ടാൻ ഏത് വഴിക്ക് നീങ്ങണം? ദാ ആ വഴിക്ക്. അപ്പോ ഞാൻ പറഞ്ഞ കാര്യം? എന്ത് കാര്യം? ജോലി കിട്ടാൻ കുട്ടിക്ക് എന്നെ എവിടെയെങ്കിലും ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഈ उसके बाद जॉब ढूंढने के लिए. ബികോം ഫസ്റ്റ് ക്ലാസിന്റെ കാര്യം? അയ്യോ, എന്റെ അച്ഛനാണ് സത്യം. ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്സാ. वो अकेले जा रहा. ഡയറക്ടർ IVC സാർ വിടങ്ങേ. फिल्म में जा रहा है. फिल्म में ट्राई कर रहा ना. कहीं जॉब के लिए ट्राई करता. सिर्फ डायरेक्टर के घर चला गया. प्यार हो गया से. ഞാൻ സീമ ചേച്ചിയുടെ ഒരു ആരാധകനാണ്. അവളുടെ രാവുകൾ ഞാൻ 17 പ്രാവശ്യം കണ്ടു. कोई एक्ट्रेस है ये. अच्छा. സാറില്ലേ? എന്താ വിശേഷം? അതും സിനിമയിൽ അഭിനയിക്കാൻ മുൻപ് അഭിനയിച്ചിട്ടുണ്ടോ? നാടകത്തിലും ജീവിതത്തിലും ഒക്കെ തുടർന്ന് അഭിനയിച്ചാ പോരെ? കൊല നടത്തിയതിനു ശേഷം പിസ്റ്റൽ ഉപേക്ഷിച്ച് ये एक्टर പോകത്തക്ക है. വിധം उसमें भी रहता है. इससे पहले वाली जो मूवी थी उसमें भी था नहीं. उसमें कमिश्नर था बना भाई.
ഓക്കെ ക്യാമറ. സോമൻ ഒരു റിഹേഴ്സൽ വേണം. ഞാൻ വേണമെന്നില്ല. വി വിൽ ഗോ ഫോർ എ ടേക്ക്. സീമ ചേച്ചിയാ പറഞ്ഞത് സാർ ഇവിടെ ഉണ്ടെന്ന്. എന്ത് വേണം? वहीं चले गए. എന്ത് റോളാണ് സാർ? സച്ചി നമുക്ക് നോക്കാം. ബാ ഒന്ന് മാറണം. സാർ പുതുമുഖങ്ങളെ അവഗണിക്കരുത്. എന്താ ഇത്? വരുന്ന കാലത്ത് എല്ലാവരും പുതുമുഖങ്ങളായിരുന്നല്ലോ. निकाल दो. ரிஃப்ளெக்டர் சென்டர் பண்ணு. சரி சார், சாஃப்ட் சைடு போடு. சரி. സ്റ്റാർട്ട് ആക്ഷൻ. अबे 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 कर क्या रहे हैं? ये बंदूक नहीं भाग गया. ऐसा नहीं किया फिर से वो सोचेगा बंदूक लेके पड़ गया. पर वो बंदूक लेके क्यों भागा ये समझ नहीं आई बात. उस बंदूक का क्या करेगा? ये अब देख रहा क्या इसे शायद उस समय ध्यान नहीं रहा कि मैंने बंदूक ले ली. മതിയായി. എവിടെ കണ്ടാലും വെടിവെക്കാനാണ് പോലീസിന്റെ ഉത്തരവ്. ഈ ഒരവസ്ഥയെ വർഗീസും കൂടെ എന്നെ ഉപേക്ഷിച്ചു പോയാൽ ഗോവയെന്ന് പെരേര വിളിച്ചിരുന്നു. പെരേരയുടെ ഓഫർ കളയുന്നത് ബുദ്ധിയല്ല. നമ്മുടെ ബിസിനസ് കേന്ദ്രമായിരുന്ന ഹോട്ടലോ മരുത്തി ഓഫീസിലും എത്തി. ഇനി എവിടെയാണ്? वही आ गया. इसके तो नए और किया. अच्छा ये कुछ जा रहा मिलने के लिए. वही तो यार उससे मिलने हैं. उसकी तरफ देख भी नहीं रहा, भाग रहा उससे दूर. ശകുനം മുടക്കി നീ എന്നെ കൊല്ലാറിയിരിക്കുക. എന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അന്നത്തെ അടിയുടെ വേദന ഇതുവരെ മാറിയിട്ടില്ല. എന്റെ പൊന്നു ദാസാ, എന്താ ബാലേട്ടൻ മനസ്സിലാക്കാത്തത്? മനസ്സിലാക്കിയെടുത്തോളം മതിയടോ. പോരാ, ജോലി തിരിച്ചെടുക്കാൻ ഞാൻ മുതലാളിയോട് പറയില്ല. പിരിച്ചുവിട്ടതിന് रीजन पूछ रहा उससे. इन्हें तो पता ही नहीं है कि क्यों निकाला उसने. ഒരു പട്ടിണി. കണ്ണില്ലാത്തവനും കുഷ്ഠരോഗികൾക്കൊക്കെ പിച്ചെടുത്ത് ജീവിക്കാം. ദാസ फिर दे रहे रुपए. ഇനി അയാളുടെ അടുത്ത് പോകാൻ വയ്യ. നമുക്ക് വേറെ എന്തെങ്കിലും അന്വേഷിക്കാം. നീ ഇത് വാങ്ങ. വേണ്ട ബാലേട്ട, ഞാനല്ലേ തരുന്നത്. याद ही बहुत अच्छा है. वो भी कितनी बार मदद करेगा. एक बार कर तो दीजिए मदद. आप खुद ही ट्राई कर रहे हैं. तभी उसने पैसे लिए उससे क्योंकि जॉब चाहता है ना. भूख लगी थी उसे, पानी पी रहा. अबे वो आ गई. എന്നിട്ട് 2 दिन से नहीं आया. കുട്ടിയൊന്നുമല്ലല്ലോ, എന്തെങ്കിലും ജോലി ഒട്ട് കിട്ടി കാണും. അപ്പോ വല്ലതും വെച്ചുണ്ടാക്കി കഴിക്കണമെങ്കിൽ अच्छा चिट्ठी आ रही किसी की ना. കുടിലിൽ താമസിക്കുന്ന കുറെ പേര് വെങ്കടേശനെ ഭയന്ന് ഒഴിഞ്ഞു പോയത്രേ. ആ, इसकी माँ की डेथ तो नहीं हुई कहीं? എന്തുണ്ടായി? ഏയ് इसकी माँ की डेथ हो गई. ശവോടൊക്കെ കഴിഞ്ഞിട്ട് എത്തിയാൽ മതിയെന്നാണോ? പാവം കുട്ടി എത്ര വിഷമിക്കുന്നുണ്ടാവും. സ്വന്തം जाने के लिए रुपए भी नहीं है शायद उसके पास ना. ഇതില് കുറച്ച് രൂപയുണ്ടമ്മേ. അയാൾക്ക് ചിലപ്പോ നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ अच्छा रुपए देंगे उसे जाने के लिए. അതിന്റെ എവിടുന്ന കാശ്? ഒരു ആശ്വാസമാവട്ടെ. ശരി, മോൾ അതിങ്ങ് എടുത്തോണ്ട് വാ. अब इस फिल्म में ये सैड पार्ट चढ़ने लगे नहीं, लेकिन जो इससे पहले वाली फिल्म देखी थी हमने उसमें पूरी कॉमेडी थी. पर उसका इससे कोई कनेक्शन नहीं है. दोनों अलग फिल्में हैं. मुझे लगा उसका पार्ट हो गई है, पर उसका पार्ट नहीं है. इसकी कहानी अलग है, उसकी कहानी अलग है. ആരെയും കാണാനില്ല. എന്നാലും വീട്ടുകാര് എനിക്ക് വീട് भले इसमें भी ये दोनों दोस्त हैं. और उसमें भी दोनों दोस्त थे वो.
मोहनलाल और श्रीनिवासन है। ये कितना दुखी में है ये, और आराम से घूम रहा हूँ। दूसरा इसका दोस्त घूम भी आ रहा है, वो भी तो काम ही ढूंढ रहा है फिल्म में से तो काम में कैसे ढूंढ रहे हो। हाँ कुछ लाइक खाना शायद। അമ്മ പറഞ്ഞു എന്തേലും കഴിക്കാൻ. ये लड़की बहुत अच्छी है ना। വരൂ. എനിക്ക് തീരെ വിശപ്പ് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടായി അല്ലേ? ഏതർത്ഥത്തിൽ? ഇപ്പൊ ഒരു നേരം മനുഷ്യത്വം ഇല്ലാത്തവരല്ല കേട്ടോ. അയ്യോ അതല്ല. എന്നാ കഴിച്ചേ. ഇനിയിപ്പോ അതൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. ഇല്ല, ഞങ്ങളുടെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ട വീട്ടിലായിരുന്നു അമ്മ. ഉടനെ വിവരം അറിയിക്കും. നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. എല്ലാ ദുരന്തങ്ങളും കണ്ടു നിൽക്കാനുള്ള കഴിവേ നമുക്കൊക്കെ ഉള്ളൂ. ഡ്രൈവർ थे वो एक्सीडेंट में मारे गए. നേരത്തെ വന്നിട്ട് ഒരു സിനിമ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. 11 മണിയായിട്ടും ആളെ കണ്ടില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോ രാധയെന്ന് വിളിച്ചോണ്ട് അച്ഛൻ വരാന്തയിൽ ഇരിപ്പുണ്ടാവുമെന്ന് വെറുതെ ആഗ്രഹിക്കും. ഈ നേരത്ത് ഇതൊന്നും പറയാൻ പാടില്ലായിരുന്നു. എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയാത്തോണ്ട് പറഞ്ഞു പോയി. അതിനകത്തിരുന്നിട്ട് വല്ലാത്ത വീർപ്പൂട്ടൽ. ചായ ഉണ്ടാക്കിയിട്ട് വിളിക്കാന്ന് വെച്ചപ്പോ ആളില്ല. അതുകൊണ്ട് കൂടി അത് പരിചയപ്പെട്ടവരോട് തീരുമാനിക്കേണ്ട കാര്യമാണ്. ആയിരിക്കാം. ആയിരിക്കാമെന്നല്ല, ആണ്. എങ്കിലങ്ങനെ. സത്യത്തിൽ കോംപ്ലക്സ് അല്ലത്, വെറും പരമാർത്ഥം. ആർക്കു വേണ്ടി ഞാൻ ഇനി ജീവിക്കണം, എന്തിന്? ഒരു ലക്ഷ്യവും ഇല്ലാതിരുന്നതാണ് ഇതിനൊക്കെ കാരണം. അത് പറയരുത്. എനിക്കുണ്ടായിരുന്ന ലക്ഷ്യം എന്റെ അമ്മയുടെ സന്തോഷമായിരുന്നു. ഞങ്ങളൊക്കെ ഇല്ലേ എന്നോട് അടുക്കുന്നവർക്ക് കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല.